തെറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ഈ ശിക്ഷ. ഇല്ല ചേച്ചി, തെറ്റ് ചെയ്യുന്ന ചേച്ചിയല്ല, മറ്റുള്ളവരാ. ഇത്രയും നാൾ കണ്ണീരും കഷ്ടപ്പാടുമായി ഇവിടെ കിടന്നപ്പോൾ ആരും ഉണ്ടായിരുന്നില്ലല്ലോ ശരിയും തെറ്റും അന്വേഷിക്കാൻ. കർത്താവേ, എന്റെ ഒരു വിധി. ജന്മം തന്ന കർത്താവിനെ മറന്ന് ന്യായം വിസ്തരിക്കുന്നവരാണ് ഇവിടെ. ചേച്ചി ധൈര്യമായിരിക്കും. ഇടവകയും കുറെ പ്രമാണിമാരും. മനസമാധാനത്തോടുകൂടി ജീവിക്കാൻ കർത്താവ് വഴി തുറന്നു തന്നാലും ഈ നാട്ടുകാരതിന് സമ്മതിക്കില്ല മോളെ. ചേച്ചി, തിരുവസ്ത്രം ഇട്ടുകൊണ്ട് ചേച്ചിയുടെ കൂടെ നിൽക്കാൻ അനുവാദമില്ലെങ്കിലും മനസ്സുകൊണ്ട് ഞാൻ എന്നും ചേച്ചിയുടെ ഒപ്പം ഉണ്ടാവും. ഇതുവരെ ചോദിച്ചില്ല, അതിനൊരാവശ്യമുണ്ടെന്ന് തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പോ ഇത്രയൊക്കെ കലാപമായ സ്ഥിതിക്ക് എന്താ ലൂയിസ് ഇതിന്റെ സത്യാവസ്ഥ? ഞാൻ ഇവിടം വിട്ട് പോണോ? അച്ഛനും അതാണോ പറഞ്ഞോണ്ട് വരുന്നത്? പറഞ്ഞാത്താ പോവോ? തനിക്ക് പോകാൻ പറ്റുമോ? ജീവിക്കുകയാണെന്ന് തോന്നലുണ്ടായത് സത്യത്തിൽ ഈ മലഞ്ചരവിലെത്തിപ്പെട്ടതിന് ശേഷം. അച്ഛന്റെ ദയ, പിന്നെ കുട്ടൻ. അവനോടൊപ്പം കളിക്കാനിരുന്ന് കൊടുക്കുമ്പോഴൊക്കെ എനിക്കൊരു കുട്ടിക്കാലം തിരിച്ചു കിട്ടിയ പോലെ. എന്തിന്റെ പേരിലായാലും എനിക്കിവിടം വിട്ട് പോകാൻ വിഷമമുണ്ടച്ചു. എന്നെ നിർബന്ധിക്കരുത്. അല്ല, അതിപ്പോ മേരിയുമായി ആലോചിച്ചുറച്ച ഒരു തീരുമാനമാണോ? അല്ല, മേരിയുമായി ഞാനിതൊന്നും സംസാരിച്ചിട്ട് പോലുമില്ല. പക്ഷേ അച്ഛൻ ഞാനൊരു പൊങ്ങുതരി പോലെ ഇവിടെ വന്ന് പെട്ടതാ. അച്ഛൻ അറിയാലോ, കൂട്ടിനൊരാള് വേണമെന്ന് ചിന്തിച്ചിട്ട് പോലുമില്ല. അടുത്തറിഞ്ഞപ്പോ മേരി അനുഭവിക്കുന്ന കഷ്ടപ്പാട് കണ്ടപ്പോ വല്ലതും ആലോചിച്ചു പോയെങ്കിൽ അത് തെറ്റാണോ? തെറ്റാണോ അച്ഛോ? അവൻ ചോദിച്ച കേട്ടില്ലേ? ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപിരിക്കുന്നത് തെറ്റാണ്. നിയമം എനിക്കും അറിയാം. പക്ഷെ കൂട്ടിച്ചേർക്കുമ്പോ കണക്ക് നമുക്കും പഠിക്കാമല്ലോ. അതുകൊണ്ട് ലൂയിസിന്റെ ചോദ്യത്തിന് ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല. ഞാൻ എന്താ പറയേണ്ടത്? ചോദിച്ചത് കേട്ടില്ലേ? ഞാൻ എന്താ പറയേണ്ടതെന്ന്. എന്റെ അടുത്ത് വേണ്ടാട്ടോ. അച്ചോ, കുർബാന തുടങ്ങാൻ വരട്ടെ. എന്തെങ്കിലും ഒരു തീരുമാനമായിട്ട് തുടങ്ങിയാൽ മതി. അതെന്താണെങ്കിലും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തീരുമാനിക്കാം. അത് പറ്റില്ല അച്ഛോ. ആദ്യം അവളെ പള്ളിയിൽ നിന്ന് പുറത്താക്കണം, എന്നിട്ട് മതി. അവളെ മാത്രം പോരാ, അവനെയും ഇതിനകത്ത് കയറരുത്. പള്ളി എന്ന് പറയുമ്പോ അതിനിത്തിരി പരിശുദ്ധിയൊക്കെ ഉണ്ട്. ഞങ്ങളൊക്കെ സത്യക്രിസ്ത്യാനികളാ. ഈ ഇടവകയിൽ ഇത്രയും വൃത്തികൾ വന്നിട്ടും പള്ളിക്ക് ഇത് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വമില്ലേ? അതെങ്ങനെയാ? പാലും തേനും കൊടുത്ത് പള്ളി താമസിപ്പിച്ചിരിക്കല്ലേ ആ വരത്തനെ. എന്നിട്ട് അവന്റെ തോന്നിയാസനെല്ലാം കൂട്ടു നിൽക്കുന്ന ഒരു അച്ഛനും. റാഫേൽ, പറയുമ്പോ ചൂടായിട്ട് കാര്യമില്ല ചൂ. സഭയുടെ നിയമം അനുസരിച്ച് ഈ ഇടവകയിൽപ്പെട്ട ഒരു പെണ്ണ് കെട്ടിയവൻ ജീവിച്ചിരിക്കുമ്പോൾ മറ്റൊരുത്തന്റെ കൂടെ പൊറുക്കുന്നത് സഭ അനുവദിക്കുന്നുണ്ടോ ഇല്ലയോ?
അച്ഛൻ എന്താ മിണ്ടായിരിക്കുന്നേ? ചോദിച്ചതിന് സമാനം പറയണം. ഒരു വൈദികൻ എന്ന നിലയിൽ സഭയും നിയമങ്ങളും അനുശാസിക്കുന്നത് അനുസരിക്കാൻ ഞാൻ കടപ്പെട്ടവനാണ്. അതിന് വിരുദ്ധമായ ഒന്നിനും ഞാൻ കൂട്ടുനിൽക്കില്ല. പിന്നെ തമ്മിൽ തല്ലുകൂടി ചാകാനല്ലല്ലോ, പരസ്പരം സ്നേഹിക്കാനല്ലേ കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അച്ഛന്റെ വേദാന്തമൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട. ഒരു തീരുമാനമാണ് ഞങ്ങൾക്ക് ആവശ്യം. ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് ആദ്യം അന്വേഷിക്കട്ടെ, എന്നിട്ടാവാൻ തീരുമാനം. എന്തോന്ന് അന്വേഷിക്കാൻ? നാട് മുഴുവൻ പാടല്ലേ അവൾ അവന്റെ കൂടെ കിടക്കുന്നത്? പത്രോസേ, ഇത് പള്ളിയാണ്, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. ഓ, ഞങ്ങൾ പറയുന്നതല്ല കുറ്റം, മറ്റുള്ളവർക്ക് പ്രവർത്തിക്കാം. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? അവനെ ഇനി ഇടവകയെ കയറ്റരുത്. അവളെ സഭയിൽ നിന്ന് പുറത്താക്കി തെമ്മാടികൾ കൊടുക്കണം. കഴിഞ്ഞോ? ശിക്ഷ വിധിച്ചു കഴിഞ്ഞോ? ഞാൻ തുമ്മുന്നോ അനങ്ങുന്നോ ഒക്കെ അന്വേഷിക്കാൻ ഇപ്പൊ എത്ര ആൾക്കാരാ? ഈ നാട്ടുകാരെല്ലാം മുമ്പ് എവിടെയായിരുന്നു? കള്ളും കുടിച്ചോണ്ട് വന്ന് ചവിട്ടും തൊഴിക്കൊക്കെ ചെയ്യുമ്പോ മേരി,
ഇതാ വീണ്ടും താക്കോല്. ആളും മനുഷ്യരും സ്ഥലത്തുണ്ടായി എനിക്ക് മനസ്സിനൊരു സമാധാനം. സാധനങ്ങളൊക്കെയാ ഇനി പോയി കൊണ്ടുവരണം. താലമൊക്കെ ഒന്ന് ഉറപ്പിച്ചിട്ടാവാന്ന് കരുതി. അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. മുമ്പ് താമസിച്ചിരുന്നവര് മുഴുവൻ സാധനങ്ങൾ കൊണ്ടുപോയില്ല. എന്താ മുടി ഇങ്ങനെ? അതെ, മേരിക്ക് ടൈഫോയിഡ് എന്നൊരു സൂക്കേട് വന്നു. ടൈഫോയിഡേ എന്നും ഒരാൾക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് രോഗ. കഷ്ടകാലം എല്ലാവർക്കും. ഈ വയസ്സിനിടയ്ക്ക് ഞാൻ എന്തെല്ലാം സഹിച്ചു. ഒരു കൊച്ചുള്ള മലയോരത്തിൽ കുറച്ച് സ്ഥലം വാങ്ങി കൃഷി ചെയ്ത് ജീവിക്കാന്ന് ഇവള് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലായി. ഇപ്പോഴേ ഉള്ളതൊക്കെ വിറ്റ് വെറുക്കാനത്തുള്ളൂ. പൊന്നു വിളയുന്ന മണ്ണ. ഇപ്പോ സ്ഥലത്തിനൊക്കെ വില കൂടി. ഞങ്ങള് വരുന്ന കാലത്തെ കാട്ടാലും മേഞ്ഞു നടന്നിരുന്ന സ്ഥലമായി. വേണ്ടത് എടുത്തോളാൻ പറഞ്ഞു കോലൊക്കെ കമ്പനി. കാട് വെട്ടി ആളുകൾക്ക് വഴി നടക്കാറായിപ്പോ പാവം എന്റെ അധിയാൻ വീണുപോയി. അപ്പോ ചേട്ടത്തിക്ക് മക്കളാരുണ്ട്? ഉണ്ടായിരുന്നു മോളെ. ഒന്നിനോളം പോന്ന രണ്ടാമക്കളുണ്ടായിരുന്നു. ഒക്കേത്തിന് കർത്താവ് അങ്ങ് തിരിച്ചു പിടിച്ചു. ഇനിയിപ്പോ ഞാൻ മാത്രം ബാക്കി. അഡ്വാൻസാ? എന്റെ ഗതികേടോണ്ടാ ഞാനിത് വാങ്ങുന്നത്. മോളെ, നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചു. ഞാൻ ദേ അപ്പുറത്തുണ്ട്. കണ്ടപ്പോഴേ മനസ്സിലായി നല്ലൊരു കുടുംബാണെന്ന്.